നമസ്കാരം. പണ്ട് അഭിനയ രംഗത്തേക്ക്, പ്രത്യേകിച്ച് നാടക അഭിനയ രംഗത്തേക്ക് സ്ത്രീകൾ കടന്നു വരിക എന്ന് പറയുന്നത് അതൊരു വെല്ലുവിളിയായിരുന്നു. അതൊരു കാലം. കഴിഞ്ഞ 25 വർഷമായി ഫെമിനിസ്റ്റ് തിയേറ്റർ നടത്തുന്ന പ്രമുഖയായ ഒരു സ്ത്രീ സാന്നിധ്യമാണ് സുധി ദേവയാനി. അവരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സുധി ദേവയാനി തൻ്റെ പ്രതിസന്ധികളും അതിജീവനങ്ങളും അതുപോലെയുള്ള അനുഭവങ്ങളും നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. കേരളത്തിലെ ഏക സ്ത്രീ നാടകവേദി നിരീക്ഷ സ്ത്രീ നാടകവേദിയാണ്. ഇതിനു മുമ്പ് ഞാൻ കൂടി ഉൾപ്പെട്ട ഒരു നാടക സംഘം ഉണ്ടായിരുന്നു, അഭിനേത്രി എന്ന് പറഞ്ഞ പേരിൽ. അത് പക്ഷേ ഒരു നാടകത്തോടു കൂടി പിന്നീട് അത് പ്രവർത്തിക്കാൻ സാധിച്ചില്ല. അതിൽ ഇപ്പം നിരീക്ഷയാണ് നിലവിൽ. അതിനൊരു സ്പേസ് ഉണ്ട്, ഒരു തിയേറ്റർ സ്പേസ് ഉണ്ട്, അവിടെ ആക്ടേഴ്സ് ഉണ്ട്, സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കുറേയധികം നാടകങ്ങൾ നമ്മൾ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ട്രൂപ്പ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, അത് സ്ത്രീപക്ഷത്തു നിന്നുകൊണ്ടോ ഉള്ള നാടകങ്ങളാണോ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്, എങ്ങനെയാണോ അതിൻ്റെ ഇത് നമുക്ക് നാടകവേദിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു വല്ലാത്ത ആബ്സെൻസ് കാണാൻ സാധിക്കും. സ്ത്രീകളുടെ ഒരു ആബ്സെൻസ് ഉണ്ട്. അപ്പം ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ഒക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യമില്ല. നമ്മളെപ്പോഴും പറയുന്നത് അത് പാട്രിയാർക്കിയിൽ അധിഷ്ഠിതമായാണ് മലയാള നാടകവേദി പ്രവർത്തിച്ചു വന്നുകൊണ്ടിരുന്നത്. സ്ത്രീ നടിയായിട്ട് വരിക, നടിക്കും ഒരു അന്തസ് എന്ന് പറഞ്ഞാൽ അഭിമാനവും അന്തസ്സോടും കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നില്ല നാടകം. അപ്പം വ്യത്യസ്തമായിട്ട് സ്ത്രീയുടെ എക്സ്പ്രഷൻസ്, സ്ത്രീയുടെ എക്സ്പീരിയൻസ് ഒക്കെ വ്യത്യസ്തമായിരിക്കെ ഇതെങ്ങനെയാണ് തിയേറ്റർ സ്പേസിലേക്ക് വരിക എന്നുള്ള ആലോചനകളായിരുന്നു കൂടുതലുണ്ടായത്. അങ്ങനെയാണ് ഒരു വിമൻസ് തിയേറ്റർ ഗ്രൂപ്പിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് പഠിച്ച സമയം തൊട്ടിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പഠനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു വിമൻസ് തിയേറ്റർ എങ്ങനെ ഉണ്ടാവണം, സ്ത്രീകളുടെ ഒരു സ്പേസ് എങ്ങനെയാണ് സ്ത്രീകൾക്കും കൂടി ഉള്ളതാക്കി മാറ്റുന്നത്, അവരുടെ അനുഭവങ്ങളെ എങ്ങനെയാണ് ആവിഷ്കരിക്കാൻ സാധിക്കുക എന്നുള്ളൊക്കെ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ നിരീക്ഷ ഫോം ചെയ്യുന്നത്. ഞാനും രാജരാജേശ്വരി എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെയാണ് ഈ നാടക സംഘം രൂപീകരിച്ചത്. സാധാരണ ഇത്തരം തട്ടിൽ നിന്ന് സിനിമ വെള്ളിത്തിരയിലേക്ക് കയറാനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് കാണുന്നവരാണല്ലോ അധികവും. പക്ഷെ താങ്കൾ ഇതിൽ തൃപ്തയാണോ? എന്തുകൊണ്ട് സിനിമയിലേക്ക് പോകുന്നില്ല? എനിക്ക് നാടകം വളരെ ഇഷ്ടമാണ്. ഒരു സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടായി. കൂടാരം എന്ന് പറയുന്ന ഒരു സിനിമയും ചെയ്തു. പക്ഷേ സിനിമയേക്കാൾ എനിക്ക് സന്തോഷം നൽകുന്നത്, എനിക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുന്നത് നാടകവേദിയിലാണ്. അത് ഞാൻ നിൽക്കേണ്ടതുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ തിയേറ്റർ തന്നെയാണ്, പിന്നെ തിയേറ്ററിലേക്ക് മടങ്ങിയെത്തുകയും തിയേറ്ററിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സമീപനം എന്താണ്? മുന്നോട്ട് സ്ത്രീകളുടെ എക്സ്പീരിയൻസിനെ എങ്ങനെയാണ് ദൃശ്യവൽക്കരിക്കുക, അതിനൊരു അവരുടെ സബ്ജക്റ്റീവ് പൊസിഷനിൽ നിന്നുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള അവസരം ഒരുക്കുക. പിന്നെ ഈ അരങ്ങെപ്പോഴും ഒരു മെയിൽ ഡോമിനേറ്റഡ് ഏരിയയാണ്. അതിനെ സ്ത്രീകളുടെ ഇടമാക്കി അരങ്ങിൽ അവരുടെ എക്സ്പ്രഷൻസും കൂടെ വരിക, അതൊരു വ്യത്യസ്തമായ ഒരു ഫോമിലേക്ക് വരുമെന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൂടുതൽ സാധ്യതകളുടെ അന്വേഷണം കൂടിയാണ്. ഏതെങ്കിലും മാതൃകകളുണ്ടോ നിങ്ങളുടെ മുമ്പിൽ? ഒരു മാതൃകയില്ല. നമ്മൾ തുടങ്ങും ഫെമിനിസ്റ്റ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ പുതിയ ആശയമല്ല. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമുക്ക് ഇത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട ഒരുപാട് തിയേറ്റർ പേഴ്സണാലിറ്റീസിനെ കാണാൻ സാധിക്കും. അവരൊക്കെ തിയേറ്റർ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് തിയേറ്റർ എക്സ്പെരിമെൻറ്റേഷൻസ് നടന്ന ഒരു ഫീൽഡ് കൂടിയാണ് ഈ ഫെമിനിസ്റ്റ് തിയേറ്റർ. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു മാതൃക നമുക്ക് കാണാനുണ്ടായിരുന്നില്ല. ഇപ്പം സാറ ടീച്ചറൊക്കെയാണ് ഒരു ഫെമിനിസ്റ്റ് തിയേറ്ററിൻ്റെ ആദ്യ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്ന മനുഷ്യ എന്ന സംഘടന കുറച്ച് നാടകങ്ങൾ ചെയ്തിരുന്നു. അത് സ്ട്രീറ്റ് പ്ലേസ് ആണ്. അത് വിമൻ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് അത് ചെയ്തിരുന്നത്. സാറ ടീച്ചറിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യം പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പക്ഷേ എന്താണ് ഒരു വിമൻസ് തിയേറ്ററിൻ്റെ എസ്തെറ്റിക്സ് എന്താണ് എന്നുള്ളതിൻ്റെയൊക്കെ അന്വേഷണമായിട്ടാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തത്. നിങ്ങൾ തൃപ്തയാണ്? പിന്നെ ഞാൻ എൻ്റെ ജീവിതവും എൻ്റെ പാഷനും എൻ്റെ പ്രൊഫഷനും എല്ലാം തിയേറ്ററാണ്. നാടക രംഗത്തു നിന്നും ഒരു പരിധി കഴിഞ്ഞാൽ വെള്ളിത്തിരയിലേക്ക് പോകുന്ന ഒരു പതിവുണ്ട്. പക്ഷേ സുധി ദേവയാനി പറയുന്നത് തനിക്ക് ആത്മനിർവൃതി അല്ലെ ആത്മസംതൃപ്തി പകരുന്നത് നാടക അഭിനയത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ സിനിമയിലേക്ക് വിളിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിന് അവർ ഒന്ന് ചിരിച്ചു. അവർ സിനിമയിലേക്കും വെള്ളിത്തിരയിലേക്കും വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.